നമ്മളൊരു FB സുഹൃത്തുണ്ട് ഉദ്ദേശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിന് വലിയൊരു ഫാമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫാം നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉദ്ദേശിനെ ഇവിടെ കാണുന്നുണ്ട്. ഉദ്ദേശ് ഇവിടെ ഉണ്ട്. നന്ദി ഉദ്ദേശ്, നമുക്ക് തൊഴുത്തിലേക്ക് പോകാം. എന്തൊക്കെയുണ്ട്? എത്ര പശുക്കളില്ലേ? 24 പശുക്കളുണ്ടല്ലേ? അപ്പോൾ നമ്മൾ വീടിനോടനുബന്ധിച്ചുള്ള ആ തൊഴുത്ത് വലിയ മറ്റ് തൊഴുത്തുകളൊന്നുമില്ല. വീടിനോടനുബന്ധിച്ചുള്ള തൊഴുത്തിൽ തന്നെ ഈ പശുക്കളെ വളർത്തുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് തൊഴുത്ത് കാണാൻ പോകാം. അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഉദ്ദേശിൻ്റെ പശുത്തൊഴുത്ത്. വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. വീടിനോടനുബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ ഈ വളരെ പരിമിതമായ ഈ സ്ഥലത്തും ഈ വളരെ മികച്ച ഒരു കാലിത്തൊഴുത്ത് തന്നെ ഉദ്ദേശ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ധാരാളം വിവിധ വർഗ്ഗത്തിൽപ്പെട്ട ധാരാളം പശുക്കൾ ഇവിടെയുണ്ട്. ഇതെല്ലാം ഉദ്ദേശിൻ്റെ പശുക്കളാണ്. പലരും ഇപ്പോൾ വളരെ വലിയൊരു ലാഭം, ഒരു ആദായമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൃഷി തന്നെ ഈ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉദ്ദേശ് ഇത്രയും പരിമിതമായ സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇത് ജേഴ്സി പശു അല്ലേ? ശരിക്കും എത്ര പാല് കിട്ടും? 80 ലിറ്റർ കിട്ടും. പണിക്ക് വേറെ ആരും കൊണ്ടാ ഈ ബാബുവിനെ കൂടാതെ? കറക്കലൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ടാ? കൈകൊണ്ട് തന്നെ ഇറക്കും അല്ലേ? അപ്പോൾ രാവിലെ എത്ര മണിക്ക് മുതൽ? ഒരു 6 മണിയാകുമ്പോഴേക്കല്ല അല്ലേ? എന്നിട്ട് അതിവിടെ വീടുകളിൽ കൊടുക്കും, പിന്നീട് സൊസൈറ്റിയിൽ കൊടുക്കും അല്ലേ? ഭാര്യ ഇറക്കും. അപ്പം പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നിട്ടും ആ പരിമിതമായ സൗകര്യത്തിൽ ഉദ്ദേശിച്ച് വളരെ മനോഹരമായൊരു തൊഴുത്ത് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ പുല്ലിൻ്റെ ലഭ്യത കുറവുണ്ടല്ലേ? പച്ചപ്പുല്ലൊക്കെ വിദൂരത്തിന് പോയിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ വളർത്തുന്നൊക്കെ ശേഖരിക്കും അല്ലേ? അത് ചിലപ്പോൾ കാലിത്തീറ്റക്കൊക്കെ ഭയങ്കര പൈസ കൂടിയിട്ടുണ്ടല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ലഭ്യത പാലിന് കൂടിയിട്ടില്ലാന്ന്. ഇതൊക്കെ പശുവിൻ്റെ കുട്ടികളാണ്. ഉദ്ദേശിൻ്റെ കാലിത്തൊഴുത്തിൽ ഒരു പ്രത്യേക ഒരു കാള കൂടിയുണ്ട്. ഇതിൻ്റെ പേര് ഗിർ കാള അല്ലേ? ഇത് എവിടുന്നാണ് വാങ്ങിയത്? കുളവയിൽ നിന്നൊരു കുട്ടി. ഇപ്പോൾ എത്ര പ്രായം ഉണ്ടാവും? 2 വയസ്സല്ലേ? പൂർവ്വമായി മാത്രം കാണുന്നതും പാലിന് വളരെയധികം ഔഷധ ഗുണമുള്ളതുമായ ഈ കാസർഗോഡ് കുള്ളൻ പശു ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഗർഭിണിയാണ്, 3 മാസം ഗർഭിണിയാണെന്നാണ് ഈ ഉദ്ദേശ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ഉദ്ദേശം? അതിന് പാലിൻ്റെ ഔഷധ ഗുണമാണ്. ശരി, ആദ്യത്തെ പ്രത്യേകത ഉണ്ടാകും. അപ്പോൾ ഉദ്ദേശിന് ആകെ എത്ര പശുക്കളാണ് ഇവിടെ ഉള്ളത്? 24 പശുക്കളുണ്ട്. അതിൽ കറവയുള്ള പശുക്കൾ എത്ര? 10 ഉണ്ടല്ലേ? അപ്പോൾ ഈ ഉദ്ദേശം തനിച്ചാണോ ഇതൊക്കെ ചെയ്യുന്നതല്ല വേറെ ആരും കൊണ്ടുണ്ടോ ഈ കറക്കാനൊക്കെ? ഭാര്യ സഹായിക്കും. പുല്ലൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത്? പുറമേ പോയിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലോ ഒരു നഗരപ്രദേശത്ത്. അപ്പോൾ ദൂരത്തേക്കൊക്കെ പോയിട്ട് പുല്ല് അരിഞ്ഞിട്ട് വരും അല്ലേ? അപ്പോൾ ഈ പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുമല്ലേ? ഇവിടുത്തെ ലോക്കൽ കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു കാലിത്തീറ്റക്കൊക്കെ വളരെ വിലയല്ലേ? അപ്പോൾ ആ കാലിത്തീറ്റക്കൊക്കെ വളരെ വിലയാകുമ്പോൾ ഇതങ്ങനെ ഒരു നഷ്ടമാണോ? പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. പൊതുവെ എല്ലാവരും വിമുഖത കാണിക്കുന്നത് ഈ ഒന്നാമത് പുല്ല് കിട്ടാനില്ല, രണ്ടാമത് കാലിത്തീറ്റൊക്കെ വളരെയധികം വില കൂടി. അപ്പോൾ അത് ഉദ്ദേശിൻ്റെ അഭിപ്രായം എന്തായാലും ബുദ്ധിമുട്ട് വരുന്നില്ല, പച്ചപ്പുല്ല് അരിഞ്ഞു കൊടുക്കും അല്ലേ? അപ്പോൾ ഈ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുക്കൽ നിന്ന് ഉദ്ദേശിന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ ക്ഷീരവികസന വകുപ്പല്ലേ? മറ്റവരാരും വന്ന് നോക്കലുണ്ട്? വരല്ലോ, അങ്ങനെയൊന്നുമില്ല അല്ലേ? അപ്പം മൃഗാശുപത്രി എന്നല്ലേ? മറ്റു ബന്ധപ്പെട്ട അധികാരികളൊന്നും വരല്ലോ? ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ ഇത്രയും വളരെ മനോഹരമായ ഒരു ഫാം ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അർഹമായൊരു പരിഗണന കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്ദേശിന് വേണ്ടുന്ന പരിഗണനകളൊക്കെ കൊടുക്കണം. കാരണം പലരും ഈ രംഗത്ത് വിട്ടു നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഉദ്ദേശ് മുമ്പ് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ മതിയാക്കി അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തൊഴിൽ തന്നെ ഉദ്ദേശ് ഏർപ്പെട്ടിരിക്കുകയാണ്, നഷ്ടമൊന്നും നോക്കാതെ. അപ്പോൾ താങ്ക് യു ഉദ്ദേശ്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിൻ്റെ വീട്ടിന് സമീപത്തുള്ള വയലാണ്. ഇപ്പോൾ മഴയായതുകൊണ്ടാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ഒരു 2-3 ഏക്കറയിൽ കൃഷി ചെയ്യുമെന്നാണ് ഉദ്ദേശ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഈ കൃഷി ചെയ്യുന്ന പുല്ലുണ്ട് ബാക്കി വരുന്നത്, അത് ഉണക്കിയിട്ടാണ് ഉദ്ദേശ് ഈ പശുക്കൾക്കുള്ള പുല്ല് കണ്ടെത്തുന്നത്.